പഴയ കൂട്ടുകാരെ, ഞാനിതാ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നാളത്തെ ബ്രേക്ക് ഉണ്ട്. ചില കാരണങ്ങൾ കൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ക്ഷമിക്കണേ. തുടർന്ന് അങ്ങോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. അപ്പം ഞങ്ങളുടെ നാട്ടിലെ ദേശവിളക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ അതാ വൈകുന്നേരം ദീപാരാധന സമയമായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി അവിടെ സംഭാവനയൊക്കെ കൊടുത്ത് വഴിപാടൊക്കെ ചീട്ടാക്കി ഞങ്ങൾ കുറച്ച് സമയം ഭജന കേൾക്കാനായിട്ടിരുന്നു. പക്ഷേ ഇരിക്കാനായിട്ടുള്ള സ്ഥലമൊന്നും കിട്ടിയില്ല. സൈഡിലൂടെയൊക്കെ ആളുകൾ നിൽക്കുമായിരുന്നു കേട്ടോ. അത്രയ്ക്ക് തിരക്കായിരുന്നു. മണ്ഡലകാലം ആയതുകൊണ്ട് സ്വാമിമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ദേശത്തിന് വേണ്ടി നടക്കുന്നൊരു ഉത്സവമാണിത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ട്. ഞങ്ങൾ മക്കളെയും കൊണ്ട് ഒരു ഭാഗത്ത് ഒഴിഞ്ഞു നിന്നു. കാരണം തിരക്കുള്ളത് കൊണ്ട് തുമ്പിക്കൊന്നും വല്ലാതെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആൾക്കൂട്ടത്തിലൊന്നും അധിക സമയം നാളെ നിൽക്കില്ല കേട്ടോ. ചെറിയൊരു കുറുമ്പിയാണ്. അപ്പം ഞങ്ങളിതാ ഒഴിഞ്ഞു നിന്ന് ഭജനയൊക്കെ കേൾക്കുകയാണ്. നല്ല ഭജൻസ് ആയിരുന്നു കേട്ടോ എല്ലാവരും പാടിയിട്ടുണ്ടായിരുന്നത്. അതിനിടയിലൂടെ ദേശവിളക്കിൻ്റെ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. തിരുമേനി അവിടെ ഇരുന്ന് പൂജകൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ദേശവിളക്കിൻ്റെ ചടങ്ങുകളിലേക്ക് കിടക്കുക കേട്ടോ. അവിടെ 18-ാം പടിക്ക് മുകളിൽ അയ്യപ്പൻ ഇരിക്കുന്നത് പോലെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞതാ എല്ലാ ചടങ്ങുകളും തുടങ്ങി കേട്ടോ. തിരുമേനി പകർന്നു കൊടുത്ത ദീപത്തിൽ നിന്ന് എല്ലാവരും അവരവരെ കൊണ്ടുവന്ന വിളക്കുകളൊക്കെ കത്തിച്ച് വെച്ച് കർപ്പൂരമൊക്കെ കത്തിച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ. നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലായിരുന്നു. എല്ലാവരും ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ച് ആ ദീപങ്ങളൊക്കെ കൊളുത്തി വെച്ചത് കാണാൻ തന്നെ നല്ലൊരു ഐശ്വര്യമായിരുന്നു കേട്ടോ. നമ്മുടെ നാടിൻ്റെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും രോഗങ്ങളെല്ലാം അകന്നു പോവാനുമായിട്ടാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ നടത്തുന്നത് കേട്ടോ. അതിനായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ചൊരു പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും തുമ്പിക്ക് വിശന്നു. അപ്പോൾ ഞാൻ അവൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനായിട്ട് പോയി. ഉപ്പുമാവും പുഴുക്കും ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തുമ്പി ഉപ്പുമാവാണ് കഴിക്കുന്നത്. ഉച്ചയ്ക്കത്തെ സദ്യ ഉണ്ടായിരുന്നു. അത് വേണ്ടവർക്ക് അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സദ്യയായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകിട്ടത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഉപ്പുമാവും പുഴുക്കും ചായയായിരുന്നു. സ്വാമിമാരൊക്കെ ഉള്ളതല്ലേ, എല്ലാവർക്കും കൂടെ ഉള്ള ഭക്ഷണമൊക്കെ റെഡിയായിരുന്നു കേട്ടോ. അങ്ങനെ തുമ്പി കഴിച്ച പാത്രത്തിൽ തന്നെ ബാക്കി ഞാനും കുറച്ച് കഴിച്ചു. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പുറത്തിരുന്നു കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. ഓക്കെ, ബായ്.